ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ അപ്പൂട്ടി സുന്ദരൻ നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് ഇതാ ഇങ്ങനെ കിടന്നിട്ടുള്ളത്. ചായയെല്ലാം കുടിച്ചിട്ട് അപ്പൂട്ടിക്ക് ഒരു പതിവാണ് ഇങ്ങനെ കിടക്കണം. ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു കിടത്തോണ്ട് കിടന്നിട്ടാണ് ടി വി കാണുക. അങ്ങനെ കുഞ്ഞാപ്പൂ നല്ല ചിരിയിലുള്ളത്. എന്താണെന്നറിയാം, കുഞ്ഞാപ്പൂൻ്റെ കൈമിലാണ് റിമോട്ട് ഉള്ളത്. കുഞ്ഞാപ്പൂ റിമോട്ട് കൈമിൽ കിട്ടിയാൽ പിന്നെ കുഞ്ഞാപ്പൂആണ് രാജാവ് എടുത്ത്. കാരണം കുഞ്ഞാപ്പൂന് വേണ്ടുന്ന ചാനലാണ് ഓൻ വെക്കുകയും ചെയ്യുക. ഇനിയിപ്പോൾ അപ്പൂട്ടി കരയുന്ന കേൾക്കാം. അപ്പൂട്ടിക്കാണെങ്കിൽ ഫ്ലവേഴ്സ് ചാനലിൽ ഉപ്പുമുളക്, സ്റ്റാർ മാജിക് ഇതെല്ലാം കാണണ്ടേ. ഇതിപ്പം രണ്ടും കൂടി യുദ്ധമായിരിക്കും. ആ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച ഐഡിയ, രണ്ടാക്കും അരമണിക്കൂറായിട്ട് ചാനൽ മാറ്റി മാറ്റി വെച്ചു കൊടുക്കുക. അരമണിക്കൂർ ഫ്ലവേഴ്സ്, അരമണിക്കൂർ കൊച്ചു ടി വി. അങ്ങനെയായിട്ടാണ് അവരെ പ്രശ്നം ഞാൻ പരിഹരിക്കുക. ഇനിയിപ്പം രണ്ടാളും കൂടി സമയം നോക്കി നിൽക്കുക. അരമണിക്കൂറായ ചാനൽ മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. നമുക്കും സുഖം തന്നെ. പിന്നെ രാവിലത്തെ പണിയെല്ലാം ഒരുവിധമെല്ലാം ആയി. ചോറായി. പിന്നെ മത്തി കിട്ടീനേനും മത്തി ഞാൻ തേങ്ങ അരച്ചിട്ട് കറി വെച്ച്. പിന്നെ തെരണ്ടി ഉണ്ടേനും തെരണ്ടി പൊരിക്കുക ചെയ്ത്. നമ്മളിവിടെ മീൻ വറക്കുന്നതിന് പൊരിക്കുക എന്ന് പറയുക. പിന്നെ പരിപ്പും മുരിങ്ങാച്ചപ്പും കൂടി ഒരു കറി ഉണ്ടാക്കി. കോട്ടപ്പയറുണ്ടേനും അത് വറവുണ്ടാക്കി. പിന്നെ നാരങ്ങ ഉണ്ടായിരുന്നു, നാരങ്ങക്കറിയും വെച്ച്. നാരങ്ങക്കറി ഞാനെല്ലാം അമ്മയെ വെക്കും. എനിക്ക് നാരങ്ങക്കറി വെക്കാനറിയില്ല. പക്ഷെ നാരങ്ങക്കറിയും കൂട്ടി ചോറ് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറെ ഒരു കറിയും വേണ്ട, നാരങ്ങക്കറി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. വെക്കാനറിയില്ലെങ്കിൽ അത് തിന്നാൻ നല്ലോണം അറിയാം കേട്ടോ. അതുകൊണ്ട് അമ്മയാണ് നാരങ്ങക്കറിയെല്ലാം വെച്ച് തരുക. പിന്നെ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചോറെല്ലാം തിന്ന് ഒരുറക്കെല്ലാം കഴിഞ്ഞേരാണ് അപ്പൂട്ടി പറഞ്ഞ് നമുക്ക് മേലെ പോയിരിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പൂട്ടീനെയും കൊണ്ട് മേലെ വന്ന് ടെറസിൻ്റെ മുകളിൽ അങ്ങനെ ഇരുന്നിട്ടുള്ളത്. വൈകുന്നേരം ഇങ്ങനെ ഒരു 5 മണി ആ സമയമെല്ലാം ആകുമ്പോൾ ഇങ്ങനെ വന്നിരിക്കുക. പിന്നെ അപ്പൂട്ടീനെ കുഞ്ഞാപ്പൂനെ കുളിപ്പിക്കാനെല്ലാം ആകുമ്പോൾ അങ്ങനെ താഴേക്ക് ഇറങ്ങി പോയി കുളിപ്പിച്ച് സന്ധ്യ ആവും. അപ്പോഴത്തേക്ക് ഒരു 6 മണിയെല്ലാം ആവും. അങ്ങനെ ആ സമയമെല്ലാം ആകുമ്പോൾ അന്ന് കുളിപ്പിക്കുക. അങ്ങനെ കുഞ്ഞാപ്പൂ അപ്പൂട്ടിയും കൂടി ഇങ്ങനെ മേലേന്ന് ഇങ്ങനെ കളിക്കുന്നതാണ്. ഇങ്ങനെ മേലെ കയറി ഇരുന്നാൽ ആകാശമെല്ലാം നോക്കിയിരിക്കാനും മരങ്ങളും അതെല്ലാം കാണാൻ നല്ല രസമാണ്. അപ്പൂട്ടി ഇതാ അച്ഛൻ പണ്ട് ഉണ്ടാക്കിയ കസേരയാണ്. അപ്പൂൻ്റെ അച്ചാച്ചൻ ഉണ്ടാക്കിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 40 കൊല്ലമെല്ലാം കഴിഞ്ഞായിരിക്കും ഈ കസേര. അങ്ങനെ എടുക്കാണ്ട് മൂലക്കിട്ട് അതിൻ്റെ തുണിയെല്ലാം പോയിനേനു. അച്ഛനൊരു ലുങ്കി എടുത്തു കൊണ്ടുവന്ന് അപ്പൂട്ടിക്ക് ഇരിക്കാൻ പാകത്തിന് വേണ്ടി അങ്ങനെ ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പൂട്ടി അതിൻ്റെ അകത്ത് നല്ല സുഖസുന്ദരമായിരുന്ന് ചിരിക്കുന്നു. അപ്പൂട്ടിക്ക് അന്ന് അറിയേണ്ടത് അപ്പൂട്ടിക്ക് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും. അപ്പൂട്ടിക്ക് ഇരിക്കണം എന്ന് പറയുമ്പോൾ ഇരുത്തി കൊടുക്കണം, നടത്തിക്കണം എന്ന് പറയുമ്പോൾ നടത്തി കൊടുക്കണം. അപ്പൂട്ടി ഭാഗ്യം ചെയ്ത ആളല്ലേ, അല്ലേ അപ്പൂട്ടി. പിന്നെ കുഞ്ഞാപ്പൂൻ്റെ സർക്കസായത്. കുഞ്ഞാപ്പൂ ഇങ്ങനെയാണ്, ഒരു കയറ് കെട്ടിയാൽ മതി ഇങ്ങനെ തൂങ്ങി നിൽക്കും. ശരിക്കും പറഞ്ഞാൽ പേടിയാണ്. കുഞ്ഞാപ്പൂനോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഇങ്ങനെ തൂങ്ങി ആടുക. ആരും ഇല്ലാണ്ട് നമ്മളിങ്ങനെ മേലെ കയറാനൊന്നും വിടൂല. ഇങ്ങനത്തെ പണിയല്ലേ കുഞ്ഞാപ്പൂ ഒപ്പിച്ച് വെക്കുക. അഥവാ കുടുങ്ങിയിട്ടുണ്ടെങ്കിലോ വിചാരിച്ചിട്ട് അങ്ങനെ കയറാൻ വിടൂല. ആളുള്ള സമയത്ത് ഇങ്ങനെ ചെയ്യുകയും ചെയ്യും. പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ? അപ്പൂട്ടീൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായും നിങ്ങൾ അപ്പൂട്ടീനെ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. അപ്പൂട്ടീൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാത്രം തുടങ്ങിയൊരു ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറയും. ഒരിക്കൽ കൂടെ പറയുന്നത്, അപ്പൂട്ടീൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ